ഇന്നത്തെ ആധുനിക കാലത്ത് തന്നെ ഒരാൾക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അതിന് നുണകളെയാണ് കൂട്ടുപിടിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്ന് ഗവേഷകർ ചിന്തിച്ചിട്ടുണ്ട്. അവർ നടത്തിയ പഠനങ്ങളിൽ പുറത്തു വരുന്നത് ഈ അപവാദം പ്രചരിപ്പിക്കൽ എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം മനുഷ്യൻ്റെ സ്വഭാവമാണ്. കാരണം ആദിമ മനുഷ്യൻ്റെ കാലം മുതൽ തന്നെ മനുഷ്യൻ ആക്രമണകാരിയാണ്. ആക്രമണകാരി എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്ക് പോയി ഇര പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്രമണമല്ല, അത് ആക്രമണമല്ല, അത് നിലനിൽപ്പിൻ്റെ കാര്യം. അതിനപ്പുറം സ്വന്തം വർഗത്തെ തന്നെ, അതായത് മനുഷ്യനെ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ അടിച്ചൊതുക്കുക, ഈ ഒരു രീതി ആദിമ മനുഷ്യൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സമൂഹമായി മാറി ആധുനിക സമൂഹത്തിലേക്ക് എത്തുമ്പോൾ പലവിധ നിയമങ്ങളും ഒക്കെ രൂപപ്പെടുകയും രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളുണ്ടായി. ഈ ആക്രമണം പാടില്ല, അങ്ങനെ ഒരാൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അത് നിയമവിരുദ്ധമാണ്, ശിക്ഷ കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആദിമ സ്വഭാവം, മനുഷ്യൻ്റെ തലച്ചോർ സ്വീകരിച്ച മാർഗമാണ് ഈ അപവാദം പ്രചരിപ്പിക്കൽ. ഒരാളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെയും പിന്നിൽ. പക്ഷേ അതും നിയമവിരുദ്ധമാണ്. എങ്കിൽ പോലും ഈ ഒരു പഴയ സ്വഭാവം, അതായത് ശിലായുഗ സ്വഭാവം ഏതു ആധുനിക മനുഷ്യനും എത്ര വിദ്യാഭ്യാസ സമ്പന്നനും പുറത്തെടുക്കും പല അവസരങ്ങളിലും എന്നാണ് ഈ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഗവേഷകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ ശാസ്ത്ര സത്യം.